അങ്ങനെ നാട്ടിൽ പോകുന്ന ദിവസം എത്തി. ഒരു 3 കൊല്ലം മുന്നേ വരെ ഞാൻ ഈ അബ്രോഡ് പോകുന്നതും അബ്രോഡിൽ പോയി താമസിക്കുന്നതിനും ഒക്കെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നേ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അബ്രോഡ് പോകുന്ന പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും മാത്രം പുറത്ത് എന്തായിരുന്നു ഉള്ളതെന്നായിരുന്നു കേട്ടോ എൻ്റെ അപ്പോഴത്തെ വിചാരം. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പ്രൊഫൈല് മാട്രിമോണിയൽ കൊടുക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വന്ന 90% പ്രൊപ്പോസൽസും പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരുന്നേ. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ പ്രൊപ്പോസൽ വരുന്നത്. പുള്ളിക്കാരൻ അന്ന് ബാംഗ്ലൂരായിരുന്നു കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഓസ്ട്രേലിയ പോകാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്നൊന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ചാൻസ് മാത്രമല്ലേ, അത് നടക്കത്തില്ലായിരുന്നു എന്നായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 3-ാം മാസം തന്നെ ചേട്ടൻ്റെ വിസയൊക്കെ റെഡിയായി ഓസ്ട്രേലിയയിൽ പോയി. തൊട്ടുപുറേ ഞാനും പോയി. ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും നാളും ഫ്രീഡം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സംഭവം അല്ല യഥാർത്ഥ ഫ്രീഡം എന്നുള്ളത്. ഈ കൺട്രി തന്നെ ഇൻഡിപെൻഡൻസ്, പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ ഇതൊക്കെ പഠിപ്പിച്ചു. കാര്യം എന്തൊക്കെ തന്നെ ആയാലും കാക്കയ്ക്ക് താൻ കുഞ്ഞു പെൺകുഞ്ഞാണല്ലോ. നമ്മുടെ രാജ്യത്തിന് കുറേ കുറ്റവും കുറവൊക്കെ ഉണ്ടായാലും എൻ്റെ രാജ്യം എനിക്ക് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ നാട്ടിൽ വന്നാലും എനിക്കൊരു ഹോം ഫീലിംഗ് ആണ്. അതേതായാലും ഏതൊരു രാജ്യത്തിൽ പോയാലും ഈ ഒരു ഫീലിംഗ് കിട്ടത്തില്ല.